കോഴിക്കോട് തിരുവമ്പാടി കെ.എസ്.ഇ.ബി. ഓഫീസ് ആക്രമണത്തിൽ ജീവനക്കാരുടെ പ്രതിഷേധം. കൃത്യമായ ഗൂഢാലോചനയാണ് ആക്രമണം നടത്തിയതെന്ന ആരോപണം. ജീവനക്കാർക്കെതിരെ കേസെടുത്ത പോലീസ് അക്രമിക്കൊപ്പമെന്നും തൊഴിലാളി യൂണിയൻ നേതാക്കൾ പറയുകയാണ്. വൈദ്യബന്ധം വിച്ഛേദിച്ചതിനെതിരെ റസാഖും കുടുംബവും ഉപഭോക്തൃ കോടതിയെ സമീപിക്കും. തിരുവമ്പാടി ടൗണിൽ പ്രകടനം നടത്തിയായിരുന്നു ജീവനക്കാരുടെ പ്രതിഷേധം. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിന് പിന്നാലെ വിശദീകരണ യോഗം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങളിൽ കെ.എസ്.ഇ.ബിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് കെ.എസ്.ഇ.ബി. വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P.K. പ്രമോദ്. ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടായി. ജീവനക്കാർക്കെതിരെ കള്ളക്കേസ് എടുത്തതിന് പിന്നിൽ പോലീസും വീട്ടുകാരും തമ്മിലുള്ള ബന്ധമെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഈ പോയ മർദ്ദനത്തിന് വിധേയരായ നമ്മുടെ ലൈൻമാന്റെയും സഹായിയുടെയും പേരിൽ ഇവർ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ആ കേസ് വരാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എവിടെയാണോ അവിടെ കാര്യമായിട്ടാണ് ഡിസ്കണക്ട് ചെയ്യുന്നത്. അവസാനം ചെയ്യുന്ന പണിയാണ് ഞങ്ങളത്. അവസാനമേ ചെയ്യൂ. ഈ പറഞ്ഞ ഫോൺ വിളി, അതുപോലെ തന്നെ നേരിട്ട് പോയി പറയൽ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോസ്റ്റിൽ കയറി കട്ട് ചെയ്തത്. അപ്പോൾ അവരായിട്ട് സംസാരിക്കേണ്ട വിഷയം അവിടെ വരുന്നില്ല. ജീവനക്കാരെ ആക്രമിച്ചപ്പോൾ ഒരു സന്ദേശം നൽകാൻ മാത്രമാണ് വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചെന്ന ന്യായീകരണവും തൊഴിലാളി നേതാക്കളിൽ നിന്നുണ്ടായി. ജീവനക്കാർക്ക് സംരക്ഷണം നൽകാൻ ജനപ്രതിനിധികൾ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. 24 കോഴിക്കോട്.